ഹലോ ഗായ്സ്, വെൽക്കം ടു സൂറാസ് കിച്ചൺ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നല്ല ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ളി വഴറ്റി പിന്നെ അതിന് ശേഷം തക്കാളി വഴറ്റി ആ രീതിക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനിന്നത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടത്തേക്ക് ഇവിടെ 6 വരാനുള്ളത്, അതുകൊണ്ട് ഞാൻ 6 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിനാവശ്യമുള്ള 5 തക്കാളി 5 ഉള്ളി 4 തക്കാളി, അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ കുക്കറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പാത്തോസ് തക്കാളിയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ, കാരണം ചിലപ്പോൾ ഇത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ചിലപ്പോഴൊക്കെ അടിയിൽ പിടിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ കൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് വഴറ്റുമ്പം തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം കൂടി മിക്സ് ആകുമ്പോൾ കുക്കറിൽ ഇത് നന്നായി വെന്ത് വരും. ആ സമയം കൊണ്ട് പാത്തൂസും എൻ്റെ മോളും കൂടി മുട്ട ബോയിലായിട്ടുള്ളതിൻ്റെ തൊലി ഒക്കെ കളയാണ്. അപ്പോൾ ഇവിടെ ഇതാ നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഉള്ളി വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കുക്കറിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സും കൂടി കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ എന്തായാലും ഇവിടെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താലും ബെറ്റർ തന്നെയാണ്, ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. അപ്പം ഇത് അത്യാവശ്യം നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കഴിക്കാൻ നന്നായി കറി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് മതിയാവട്ടെ, കാരണം അതിൽ കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് പൊടി മസാലകളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 to 2 ടീസ്പൂണ് അത്രയും മതിയാവും കേട്ടോ. അതേപോലെ ഒരുപാട് മുളക് പൊടി നമ്മൾ ഇതിൽ ചേർക്കരുത്. ഇതിലെന്നല്ല, നമ്മൾ ബീഫായാലും ചിക്കനായാലും കൂടുതൽ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് മാറിപ്പോവും. അപ്പം ഈ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ. ഒന്നുകൂടി നമ്മളുടെ ഈ മസാല ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോഴേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്നുകൂടി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഇതിൽ കിടന്നൊന്ന് റെഡിയായി വരട്ടെ, ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം നമ്മളൊരു ടേബിൾ സ്പൂണോളം നമ്മൾ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തതോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു 8 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ കുറച്ചും കൂടെ ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മതിയാവും. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇതിൽ കിടന്ന് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുക. എഗ്ഗും കൂടി ഇതിലൊന്ന് നന്നായിട്ട് മസാലയൊക്കെ എഗ്ഗിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അവിടെ അപ്പോൾ എനിക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ആഡ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ട്, അപ്പോൾ ടോട്ടലി 2 ടീസ്പൂൺസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതാ നമ്മളുടെ മസാല ഇതാ റെഡിയായി കഴിഞ്ഞു.
ഒരു 30 സെക്കൻഡ്സ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞങ്ങളത് സെർവ് ചെയ്യാൻ പോകാം കേട്ടോ. ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കിയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്